In the previous class, we were studying about sanitary landfill and all. Take page 158. Next, we have to study conserving natural resources. What is the meaning of natural resources? Miss, Okay, I will send all those details in our class WhatsApp group. Okay. Good morning, Miss. Good morning. നമ്മുടെ പീരിയോഡിക് എക്സാം ആയില്ലേ? ഒന്നും അറിഞ്ഞിട്ടില്ല പാവം. പീരിയോഡിക് എക്സാമിന്റെ ഫെബ്രുവരി 15 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈം ടേബിൾ ഇട്ടോ? ഇല്ലല്ലോ. ഇല്ല. Notice only you got, isn't it? Okay. So February 15th onwards our exam starts. Periodic exam. LKG, UKG, first, second classes. Periodic, second periodic exam is over. The progress card is ready. And 15th onwards your exam starts because portions are little back. That's what. Anyway, science is not back. We will cover up. I will send the portions by evening or tomorrow in our class group, WhatsApp group. Okay. Which all the lessons, and remember that this periodic exam is in Google Meet only. That means you need not study question answers for exam, but you should study for the semester exam. Final exam, when we have final exam, you will have to write the question answers and all. Like last first semester exam was there, no? Like that way only exam will be there. That time you should study the big question answers and all everything. Now only one word answers will be asked. Means fill in the blanks, true or false, like that way. Choose the correct answers like that way. Okay. So you don't think that only few questions are given at the back of each lesson. So no, don't think that enough to study that much answers. 25 marks questions will be there. So you have to read the lessons thoroughly. എന്ന് പറഞ്ഞാല് നമുക്കിപ്പോൾ സെമസ്റ്റർ എക്സാമിന് നമ്മള് ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ എഴുതണമായിരുന്നു. ആ രീതിയിലല്ല, നമുക്ക് ഗൂഗിൾ മീറ്റിലാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിക്കുന്നില്ല. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ പഠിച്ചാല് കുഴപ്പമൊന്നുമില്ല, വേറൊന്നും സംഭവിക്കില്ല. നമ്മൾ അടുത്ത എക്സാം നമ്മൾ നടത്തുന്നത് അങ്ങനെയായിരിക്കും. ഏത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടത്തുന്നത് അങ്ങനെയായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആൻസേഴ്സുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗൂഗിൾ ഫോമിലല്ലേ. അതുകൊണ്ട് തന്നെ നമ്മള് ചൂസ് ദ കറക്റ്റ് ആൻസർ, മാച്ച് ദ ഫോളോയിങ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത് കമ്പ്യൂട്ടറിനും സയൻസിനും എല്ലാ സബ്ജക്റ്റിനും. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് പുറകിലുള്ള ആൻസേഴ്സ് മാത്രം പഠിച്ചാൽ അതിൽ കുറച്ച് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സേ ഉള്ളൂ, കുറച്ച് ട്രൂ ഓർ ഫോൾസേ ഉള്ളൂ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കരുത്. കാരണം ലെസൺ ഫുള്ള് വായിക്കണം. അതില് പുറകിൽ തന്നിരിക്കുന്ന ആൻസേഴ്സ് മാത്രമല്ല, മൊത്തം ചോദിക്കും കേട്ടോ. അതുകൊണ്ട് ലെസൺ നന്നായിട്ട് വായിച്ചാൽ റെഡി ആകുക. പോർഷൻസ് എല്ലാം ടീച്ചേഴ്സ് തന്നെ ഇട്ട് തരും നിങ്ങൾക്ക് എത്രയൊക്കെ ലെസൺസ് വീതം ഉണ്ട് ഓരോ എക്സാമിനും എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നോട്ട്സുകൾ അയച്ചു തരാത്തവർക്ക് നല്ല പണിഷ്മെന്റ് തരാൻ പോവുകയാണ്. 4th ലെസന്റെ നോട്ടുകൾ ഇനിയും അയച്ചു തരാത്ത ആൾക്കാരുണ്ടല്ലോ. സയൻസിന്റെ 4th ലെസന്റെ ആൻസേഴ്സ് ഇനിയും അയച്ചു തരാത്ത വീരശൂര പരാക്രമികളായിട്ടുള്ള 5th സ്റ്റാൻഡേർഡിൽ എല്ലാവരോടും കൂടെ പറയാണ്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നോട്ടുകൾ ഇട്ടിരിക്കണം. മനസ്സിലായോ? ഷഹബാസിന്റെ നോട്ട് വന്നിട്ടില്ല, ഗ്രേസിന്റെ നോട്ട് വന്നിട്ടില്ല, ഷിസയുടെ വന്നിട്ടില്ല, പിന്നെ രാജുലിന്റെ നോട്ട് വന്നിട്ടില്ല, ഏബലിന്റെ വന്നിട്ടില്ല. ഇങ്ങനെ കുറെ പേരുടെ. എഡ്വിൻ ഡിഡ് യു സെൻഡ് ദ നോട്ട്? ഏഞ്ചൽ ഡിഡ് യു സെൻഡ് ദ നോട്ട്? അപ്പൊ നിങ്ങളുടെ ക്ലാസിന്റെ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ആൻസേഴ്സ്, നിങ്ങളുടെ വാട്സപ്പ്, നമ്മുടെ ക്ലാസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇട്ടിട്ടില്ലേ? എല്ലാ സബ്ജക്റ്റുകളിലും ടീച്ചേഴ്സ് നോട്ട്സുകൾ തരാറുണ്ട് അല്ലേ? അത് I didn't understand what you said. You should send it. കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ വെച്ചാ പോരാ, നോട്ട് അയച്ചു തരണം കേട്ടാ.
Today itself, after the class, if you have completed the note, after the class, you just take the photo and send to me. Okay. Angel? Personal group Personal ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസിന്റെ ഗ്രൂപ്പിൽ എങ്ങനെയെങ്കിലും നോട്ട് ഇട്ട് തന്നാ മതി എന്റെ സഹോദര. Angel, can you hear me? Angel, can you hear? Angel is stuck, I think. Okay. ജോസി കുറെ സമയമല്ലോ ട്രൈ ചെയ്യുന്ന പാവം കയറാൻ പറ്റുന്നില്ല. ഓക്കെ ഗ്രേസ്, നോട്ടൊക്കെ എവിടെയാ? ടേബിൾ പറഞ്ഞാലും വീട്ടിലുണ്ടാ? ഇവിടെ ആൻസർ മീ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഫാസ്റ്റ്ലി. വേഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്തേ. നോട്ടൊക്കെ കംപ്ലീറ്റ് ആണ്. തോടെ ഒഴുകിപ്പോയോ? ആ എന്തോ ക്ലിയർ ഇല്ല ഗ്രേസ് പറഞ്ഞത്. ഫോണിൽ നിന്ന് നോട്ട് പോയെന്നാണോ പറഞ്ഞത്? ഗ്രൂപ്പിൽ നിന്ന്. ഓക്കെ, എന്റെ ഫോണിലുള്ള നോട്ട്സുകൾ ഞാൻ ഒന്നുകൂടെ റീസെൻഡ് ചെയ്തേക്കാം. ഫോണിൽ എത്ര ലെസൺ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ റീസെൻഡ് ചെയ്തേക്കാം. ഏതൊക്കെ ലെസൺ ഉണ്ടോ അത് ഞാൻ ഇട്ടേക്കാം. പിന്നെ കാരണം ഫോൺ മാറിയപ്പോൾ അത് പഴയ നോട്ടുകളൊക്കെ പോയി. ഇപ്പം നിലവിലുള്ളത് ഏതൊക്കെ ഉണ്ടോ അത് ഞാൻ ഒന്നുകൂടെ ഗ്രൂപ്പിലിടാം. എനിവേ എല്ലാവരുടെയും നോട്ടുകൾ സാറ്റർഡേക്കുള്ളിൽ എനിക്ക് കിട്ടിയിരിക്കണം. അപ്പൊ എഴുതാത്ത നോട്ടുകളെല്ലാം എഴുതി നോട്ട്ബുക്കിലേക്ക് പകർത്തിട്ട് നീറ്റായിട്ട് എഴുതണം കേട്ടാ. ഷഹബാസിന്റെ എത്ര നോട്ട് അയച്ചു തരാനുണ്ട് മോനെ? ഷഹബാസ് എത്ര ലെസന്റെ നോട്ട് അയച്ചു തന്നിട്ടുണ്ട്? മന്ത് ഓഫ് ഡിസംബറിൽ മോൻ അയച്ചു തന്നത്. അന്ന് ഇവിടെ ഫീ അടയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോ അന്നുള്ള ഫീ അന്ന് വഴക്ക് പറഞ്ഞതുകൊണ്ട് അന്ന് വരെയുള്ള നോട്ടുകൾ അയച്ചു തന്നിട്ടുണ്ട് അല്ലേ ഷഹബാസേ? ബാക്കി നോട്ട്സ് ഉണ്ടോ? എഴുതിയാ ബുക്കില്? ടെക്സ്റ്റ് ബുക്കിൽ നോക്കാതെ നോട്ട് ബുക്കിൽ നോക്കുക. എവിടെ നോട്ടിലല്ലേ എഴുതുന്നത്? എത്ര ലെസന്റെ നോട്ട് എഴുതിയിട്ടുണ്ട് നോട്ട് ബുക്കില്? ആകെ 2 ലെസൺ അല്ലേ? ബാക്കി 2 ലെസന്റെ കൂടെ ഉണ്ട്. എല്ലാം ഇന്ന് അയക്കണം. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്നെന്ത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ യു ഷുഡ് സെൻഡ് ദ നോട്ട്. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഗ്രൂപ്പിലേക്ക് ഇന്ന് എന്റെ ഫോണിലുള്ള നോട്ട്സുകൾ അയക്കും. ഇനി ആരുടെയെങ്കിലും ഗ്രൂപ്പില് ഫസ്റ്റ് ലെസന്റെ, സെക്കൻഡ് ലെസന്റെ, തേർഡ് ലെസന്റെ ഒക്കെ ഉണ്ടെന്നൊരു ഇട്ടോ. എനിക്ക് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. ക്ലാസ് 5th എന്റെ ഫോണിൽ 4th ലെസന്റെ ഉണ്ട്, 3rd ലെസന്റെ ഉണ്ട്, 2nd ലെസന്റെ ഉണ്ട്, 1st ലെസന്റെ ഉണ്ട്. ഓക്കെ സെമസ്റ്റർ 1 6th ലെസന്റെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് ഒന്നും കൂടെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഈ പഴയ സെമസ്റ്റർ 1 വേണ്ടല്ലോ. ഇനി സെമസ്റ്റർ 2 4 ലെസൺസ് നോട്ട് എന്റെ ഫോണിൽ തന്നെ ഫോണിലുണ്ട്. അത് 4 ഒന്നും കൂടെ റീസെന്റ് ചെയ്തേക്കാം. അയക്കുന്ന എന്തിനാന്ന് വെച്ചാല് some have lost the notes എന്ന് പറയും. നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട്സുകൾ നിങ്ങൾ സ്റ്റാർ ചെയ്തിടണം. മെനി ടൈംസ് വി ഹാവ് ടോൾഡ് the notes that the teacher sent, you should be starred and kept. Otherwise then you can give clear chat for other notes. So many messages are coming daily in your phones, isn't it? In our class group and in other groups and all. So phone may hang. So you have to star the important messages and the rest you can give clear chat. So you should star the notes that the teacher sent for you. Understand? നിങ്ങൾക്ക് ടീച്ചേഴ്സ് അയച്ചു തരുന്ന നോട്ട്സുകൾ നിങ്ങൾ സ്റ്റാർ ചെയ്തിടുക, എന്നിട്ട് ക്ലിയർ ചാറ്റ് കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം പൊക്കോളും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം നമുക്ക് അവിടെ കിടക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഷിസ എത്ര നോട്ട് അയച്ചു തരാനുണ്ട് മോളെ? ഷിസ നോട്ട്സുകൾ എത്രയാണ് അയച്ചു തരാനുണ്ട്? എത്ര ലെസൺ? മൊത്തം 4 ലെസന്റെ കംപ്ലീറ്റഡ് ആണ് അല്ലേ? 4 കംപ്ലീറ്റഡ് ആണ്. സെമസ്റ്റർ 2 4 ലെസൺ കംപ്ലീറ്റഡ് ആണ്. സെൻഡ് ചെയ്തോ? Did you send? Yeah. No, today you should send it. Okay? Yeah. Okay, today you should send it. Yes. If it is completed, just take a photo and send it. Lakshmi Priya, I hope your notes are sent. Okay. Sai Krishna, what about you, my dear?
മിസ്സേ നാലാമത്തെ ലെസൺ ഞാൻ അയച്ചിട്ടില്ല മിസ്സേ. Okay, today you should send. Edwin, have you sent the notes, fourth lesson's note? Usually Edwin, Sai Krishna, Lakshmi Priya and all usually will send the notes. Yes, miss. Yes, okay. Muhammad usually will send. Adil, today you will send, isn't it? A will also today will send. Next, Josie, where are the notes? Auto വിളിക്കണ? ഓട്ടോ വിളിക്കണ? ഓട്ടോ വിളിക്കണോന്ന് അങ്ങോട്ട് വരാനാ നോട്ട് നോക്കാൻ? വേണ്ട. Okay. You should send the note by evening. Have you completed the lesson number 4? Lesson number 4 complete ആയില്ല. അതിന്റെ ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഇത് എഴുതാനുള്ളൂ. ഗിവ് റീസൺ അതൊക്കെ എഴുതിയതാ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, രണ്ടും ബാക്കി അല്ല എത്ര ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട് ഇതിനകത്ത്? ലെറ്റ് മീ സീ. 5 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. 5 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ? Yeah. What is here? What is it is made of? Okay. Anyway, by evening can you complete it? By evening should send. ഇനി സാർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം എന്താ? ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ if students are not sending the notes in time, you should write their names in the class group and you have to send the message in the class group, means telling that this many students, for example Sai Krishna, Edwin, Grace, Angel, Lakshmi Priya, Adula, Muhammad, Josie, Abel, Shisa, Shahbaz, this many students did not send the notes. Why you did not send the notes? And if there are any reason, please parents should inform the reason why the student my son or daughter didn't complete the note or didn't send the note, and the parents reason should be necessary. അങ്ങനെ മെസ്സേജ് ക്ലാസിന്റെ ഗ്രൂപ്പിൽ ഇടാനാ പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പേര് എഴുതിയിട്ട് ഇന്ന കുട്ടി എന്തുകൊണ്ട് നോട്ട് ഇട്ടില്ല, നോട്ട് അയച്ചു തന്നില്ല എന്ന് പറഞ്ഞ് പേരന്റ് അങ്ങനെ ഇടണം. അപ്പൊ പേരന്റ് ആണ് തിരിച്ച് റിപ്ലൈ ഇടണ്ടേ. എന്റെ മോന് നല്ല ഉറക്കം വരുന്നത് കൊണ്ട് നോട്ട് എഴുതുന്നില്ല, അടി കിട്ടാത്തതുകൊണ്ട് നോട്ട് എഴുതുന്നില്ല, ഈ അങ്ങനെ എന്താണോ റീസൺ, വാട്ട് എവർ ദ റീസൺ ഇറ്റ് മേ ബി, യുവർ പേരന്റ് ഷുഡ് സെൻഡ് ദ റിപ്ലൈ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് അങ്ങനെ ഇട്ടായിരുന്നോ, മെസ്സേജ് ഇട്ടായിരുന്നോ? ഇല്ല അല്ലേ? 6th ലും 7th ലും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ മെസ്സേജ് ഇടാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ 6th ലും 7th ന്റെ ഒക്കെ ഗ്രൂപ്പ് നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും 6th ന്റെ 7th ന്റെ ഒക്കെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ നോക്കിക്കോ. ഗ്രേസ് കണ്ടു കാണും അല്ലെ, ചേട്ടായിയുടെ പേര് കണ്ടു അല്ലെ? ഓക്കെ, അപ്പോൾ പേരൻസ് റിപ്ലൈ ഇടണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങളുടെ എങ്ങനെ ഇടേണ്ട വരും അല്ലെ? അത് എന്തുകൊണ്ട് എഴുതിയിടുവോ? നോട്ട് അയക്കണം. ഇനി പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ്, ഞാൻ 6th ല് അവര് പറഞ്ഞത് പേരൻസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന്റെ കഷായം കൂടെ കിട്ടുമെന്ന് പറഞ്ഞ നിങ്ങൾക്ക്. അതുകൊണ്ട് കഷായം വേണ്ടെങ്കിൽ നോട്ട് എഴുതിയിടുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് ടീച്ചേഴ്സ് ആർ ഗോയിങ് ടു വിസിറ്റ് യുവർ ഹൗസ് ദിസ് വീക്ക്. സർ ഈസ് നോട്ട് ഹിയർ, സോ വി ആർ നോട്ട് കമ്മിങ്, ബട്ട് ഓൾറെഡി സ്റ്റാർട്ടഡ് and next year is onwards again we will restart, means we will continue and we'll check the notes. By the time don't tell any excuse, ayo I forgot, I didn't get note, that this and all. We don't want to hear any excuse from you. You should complete your notes and you have to submit the notes. Understand? Okay, next another thing. Yes, some students are continuously getting absent in the classes. Not only in one subject, almost all the subjects you are getting absent. First, in the beginning, you were attending the class regularly, but nowadays you are not attending properly. So no excuse for that. Any, whatever the reason may be, maybe health problem, or you might have gone to anywhere, or you didn't get in it, like that. Whatever the reason may be, you should send a voice. Not you, your parents should send a voice message to the concerned teacher telling that because of the reason in which, what is the reason that you couldn't attend the class, you should inform, parents should inform the teacher. Okay, and
You are asked to attend the YouTube class even if you are absent in the online class. Understand? If you were not able to attend the online class, then after 10 or 20 minutes you will get the YouTube link. So again, teachers need not send any messages or teachers need not call you. Don't wait for that. You just attend the class, YouTube class, and then your parents should send a voice message to the concerned teacher. You can send in the class group or to the personal number of the teacher, concerned teacher, telling that you have attended the YouTube class. Then only we will give you attendance. Otherwise, you will be marked as an absent student. Did you get my point? What I said? എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ ഓൺലൈൻ ക്ലാസ് ഹെൽത്ത് പ്രോബ്ലമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടോ നെറ്റ് പ്രോബ്ലമോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ടീച്ചേഴ്സ് വിളിക്കാനൊന്നും നിൽക്കണ്ട. യൂട്യൂബ് ലിങ്ക് ഇടുമ്പോഴേ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. റീസൺ നിങ്ങൾ ടീച്ചറിനെ ഒന്ന് ഇൻഫോം ചെയ്യണം. എനിക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ക്ലാസ്സിൽ കയറാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ ഞാൻ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോയി, അല്ലെങ്കിൽ എനിക്ക് മരുന്ന് വാങ്ങാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, അല്ലെ പനിയായിരുന്നു, ഹെഡേക്ക് ആയിരുന്നു, എന്തായിക്കോട്ടെ കാരണം, നിങ്ങൾ ഒരു വോയിസ് മെസ്സേജ് വിടുക. അല്ലെ ഞാൻ മറന്നുപോയി സമയത്ത് ക്ലാസ്സിൽ കയറാൻ, എന്തും ആയിക്കോട്ടെ കുഴപ്പമില്ല. അതൊന്നും നമ്മളൊന്നും പറയത്തൊന്നുമില്ല, ഒന്നും ചെയ്യത്തൊന്നുമില്ല. നിങ്ങൾ മറന്നുപോയെന്നോ ഇന്ന് ആരോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ മിസ്സേ ഞാൻ മറന്നുപോയറ്റാന്ന് പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ റീസൺ ഇൻഫോം ചെയ്യണം. ഓക്കെ. ഇനി കുറെ കുട്ടികൾക്ക് ഇപ്പൊ മുസ്ലിംസ് കുട്ടികൾക്കൊക്കെ മദ്രസ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. സെയിം ടൈമിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു വോയിസ് വിട്ടാൽ മതി. മിസ് എനിക്ക് ഈ സമയത്ത് ഇപ്പൊ മദ്രസ ക്ലാസ് ഉണ്ട്, ഞാൻ ഇത് കഴിഞ്ഞ് യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു വോയിസ് വിടുക ടീച്ചറിന്. ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളുടെ സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ് ക്ലാസ് എന്നുള്ളത്. യു ഷുഡ് അറ്റൻഡ് ദാറ്റ് ക്ലാസ് തന്നെ. അത് അറ്റൻഡ് ചെയ്തിരിക്കണം. എന്നിട്ട് പേരന്റ് ഒരു വോയിസും കൂടെ വിടണം. എന്താ, നമ്മളുടെ കുട്ടി ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് പറയാം. എന്തെങ്കിലും നമ്മൾ അറ്റൻഡൻസ് എടുക്കുകയുള്ളൂ. അപ്പൊ ഇന്നലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികൾ വോയിസ് മെസ്സേജ് തിരിച്ചു വിടാത്തവർ യൂട്യൂബ് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് വിടാത്തവർക്ക് ഇപ്പോഴും ആബ്സെന്റ് തന്നെ അവിടെ കിടക്കുന്നത്. നിങ്ങളുടെ ഒക്കെ എത്ര ആബ്സെന്റ് ആകുന്ന ഡെയിലി യുനോ? ഒരു ദിവസം if you have a day 3 periods in a day, if you did not attend 3 absent that day, if you get 80% of attendance only, you can attend the semester 2 exam, final exam, if you want to go to the next class next year. Otherwise you will stay back in 5th standard itself. So those who are studying in 4th will come and join with you next year also. Okay. So ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നാച്ചുറൽ റിസോഴ്സസ് നെയിം, കൺസർവിംഗ് നാച്ചുറൽ റിസോഴ്സസ്. വാട്ട് ഈസ് നാച്ചുറൽ റിസോഴ്സസ്? ദ റിസോഴ്സ് ദാറ്റ് വി ഗെറ്റ് ഫ്രം നേച്ചർ ഈസ് നോൺ ആസ് എ നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത്, അതാണ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. ഇനി വി ഷുഡ് കൺസർവ് ഇറ്റ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസർവ്? കൺസർവ് മീൻസ് പ്രൊട്ടക്ട്. പേജ് നമ്പർ 158. We should protect, save it. Our natural resources, should not waste it. We should not misuse it. Understand? We all have to make efforts so that we can preserve our natural environment. All natural resources like air, water, soil, forest, minerals and fuels need to be conserved. One second. Okay. So the resources all that we get, soil, then water, air, all these are natural resources. We have to use it properly. We have to use it properly. We should not misuse it. We should not waste it. We are very careless and we are wasting it. And all these resources we should use it in the proper way. So conservation is the wise and careful use of resource. നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ കൺസർവ് ചെയ്യുക, സംരക്ഷിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു പരിധിക്കപ്പുറം നമ്മൾ ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടത്തില്ല. ഒന്ന് ഓർത്ത് നോക്കിയേ, ഓക്സിജൻ ഫ്രം വേർ ഡു വി ഗെറ്റ് ഓക്സിജൻ ടു ബ്രീത്ത്? From this atmosphere, from this earth, isn't it? Okay, are we paying money for that? Are we paying money? No, but it is very essential thing, isn't it? Oxygen is very essential for us. We cannot live even 2 or 3 minutes without oxygen. Can we live? No.
It is very essential thing, important thing, but we are not paying any money for that. But at any time how we paid money for that? നമ്മൾ എപ്പോഴെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ ഓക്സിജന് വേണ്ടിയിട്ട്? ഇല്ല, നിലവിൽ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി കൊടുക്കേണ്ടി വരുമോ? നമ്മള് പൈസ കൊടുത്ത് ഓക്സിജൻ ബ്രീത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമോ? ഉണ്ട്. യെസ്, you might have seen people, those who are critically injured and are admitted in the hospital, means which are who are not able to breathe by themselves, will be given oxygen in the hospitals and all, isn't it? You might have heard like that way. People, those who are not able to breathe properly, may be given oxygen from the hospital. We have to pay money for that. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രായമായ ആൾക്കാരെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില പ്രായത്തിന്റെ ഒന്നുമില്ല, ചില ആൾക്കാർക്ക് രോഗങ്ങളൊക്കെ വന്ന് കൂടുതൽ അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാര് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ഓക്സിജൻ കൊടുക്കും, ഇങ്ങനെ മൂക്കിലൊക്കെ വെച്ചിട്ട്. നിങ്ങൾ ടിവിയിലൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അല്ലെ? അങ്ങനെ ഓക്സിജൻ കൊടുക്കുന്നതിന് ഒരു മണിക്കൂറിന് എത്ര രൂപ വീതമാണെന്ന് അറിയാവോ? നല്ലൊരു തുക പേ ചെയ്യേണ്ടി വരും. Is there any nurse in your house? Your mummy, your auntie or your sister or anybody? നമ്മുടെ ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ആരെങ്കിലും പേരൻസിൽ ആരെങ്കിലും നഴ്സുമാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ കുട്ടികളെ? നിങ്ങളുടെ ആരെങ്കിലും മമ്മിമാര്? ജോഷിയുടെ ഇല്ല. ആരുടെയെങ്കിലും ഉണ്ടോ? ഏഞ്ചലിന്റെ ആന്റി ഉണ്ട്. ഓക്കെ, വേർ ഈസ് ഷീ? കണ്ണൂര്. Kannur. Okay. When your auntie ring up to you, you just ask your auntie how much money we have to pay for giving a patient oxygen for 1 hour. Just find out, and in the next class can you give me answer? ആന്റി വിളിക്കുന്ന സമയത്ത് ആന്റിയോട് ചോദിച്ചു, നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് നഴ്സുമാരായിട്ടുള്ളവർ ഇങ്ങനെ ഹോസ്പിറ്റലില് ഡോക്ടറോ നഴ്സോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ അന്വേഷിക്കണം കേട്ടോ. 1 മണിക്കൂർ നേരത്തെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ക്രിറ്റിക്കലായിട്ട് കൊണ്ടുവരുന്ന സ്വയം ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓക്സിജൻ കൊടുക്കാറുണ്ട്. അങ്ങനെ 1 മണിക്കൂർ നേരത്തേന് കൊടുക്കണമെങ്കിൽ എത്ര രൂപയാകും എന്നൊന്ന് എൻക്വയറി ചെയ്യണം. എത്ര രൂപ? ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞ എന്തിനാന്ന് വെച്ചാല് we are getting freely oxygen from the air and we don't know the value of that. We are not aware about its value. അതിന്റെ വില എത്ര, എന്താ അതിന്റെ മൂല്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ചുമ്മാ നമ്മളിങ്ങനെ ആക്കുന്നു. We are polluting the air, isn't it? നമ്മളെയും എയർ പൊല്യൂട്ട് ചെയ്ത് വിടുകയാണ്, മലിനമാക്കുകയാണ്, പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ചിട്ടും പുക വിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് അല്ലെ? അപ്പം നമ്മൾക്ക് ഈ ഇങ്ങനെ ഒരു എയർ ഇല്ലായിരുന്നുവെങ്കിൽ how could we live? Could we live? No, we could not live, isn't it? We know that. Do you know how many planets are there? എത്ര പ്ലാനറ്റ് ഉണ്ടെന്ന് അറിയാവോ? How many are there? 7? 1 2 3 4 5 6 7 8 planets. Okay. 8 planets are there. Okay. In which planet are we living? Earth. On Earth. Okay. In which other planets does people live? Which other planets in which people live? വേറെ ഏതൊക്കെ പ്ലാനറ്റിലാണ് ആൾക്കാർ താമസിക്കുന്നത്, മനുഷ്യർ ജീവിക്കുന്നത്? വേറെ ഒരു പ്ലാനറ്റിലും ആൾക്കാർ ജീവിക്കുന്നില്ല. Very good. No, in no other planet life is available. Means life is possible. Why? What is the reason for that? Air in that planet. Because there is no air, so no water. So air, water are very essential for our life, isn't it? So there is no air in any other planet. Only on Earth there is air. That's what life is possible only on Earth. There is otherwise just imagine നമുക്കൊക്കെ മറ്റു ഗ്രഹങ്ങളിലൊക്കെ ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സ്ഥലമൊക്കെ വിട്ടിട്ട് നമുക്ക് ടൂർ പോകായിരുന്നു അങ്ങോട്ടൊക്കെ അല്ലേ? യുറാനസിലും നെപ്റ്റ്യൂണിലും ഒക്കെ പോകായിരുന്നു. എത്ര ദൂരം ഉണ്ടായിരുന്നു, പോയി കണ്ടിട്ട് വരായിരുന്നു അല്ലെ? അവിടുത്തെ ലൈഫൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് വരായിരുന്നു. ഓക്കെ, ബട്ട് there is no air, so no possibility at all. നമുക്ക് ഇവിടെ കൊണ്ട് തന്നെ കഴിയേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ we have to use it wisely. Wisely means നല്ല
ചിന്തയോടെ തന്നെ ഇത് നമുക്ക് അത്യാവശ്യമുള്ളതാണ്, വെറുതെ കിട്ടുന്ന ഒരു സാധനമാണ്, നമ്മൾ അങ്ങനെ നശിപ്പിച്ച് കളയാൻ പാടില്ല. അങ്ങനെ ആ രീതിയിലുള്ള ചിന്തയോട് കൂടി നമ്മൾ യൂസ് ചെയ്യണം. Forest, how we have to protect the forest? Forest provide us with food, prevent soil erosion and protect wildlife. So many uses are there for forest. Forest give us food. How forest will give us food? Forest is giving many fruits, isn't it? Then so many other things. നമ്മുടെ food items എല്ലാം നമുക്ക് കിട്ടുന്ന പ്ലാന്റിൽ നിന്നാണ് കൂടുതലും, അല്ലേ? Okay, so forest give us food, medicines. എന്ത് മെഡിസിൻ ആണ് നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്നത്? So many medicinal plants are there. നമുക്കറിയാം, നമുക്കൊരു പെട്ടെന്ന് ഒരു ജലദോഷം വന്ന് നമ്മൾ എന്താ ചെയ്യുന്നേ? പറഞ്ഞോ. ഡോക്ടറിന്റെ അടുത്ത് ഡോക്ടറിന്റെ അടുത്ത് പോകും. ശരി, വെരി ഗുഡ്. പിന്നെ വേറെ എന്തെങ്കിലും? അതിന് മാത്രം ഒന്നുമില്ല, ഇച്ചിരി ഒക്കെ ഉള്ളെന്നൊരിക്കലും എന്ത് ചെയ്യും? ഓക്കെ, നല്ല കോൾഡ് ഒക്കെ ഉണ്ട്, നമ്മൾ വി ഷുഡ് ഗോ ടു ദ ഹോസ്പിറ്റൽ ടു കൺസൾട്ട് ദ ഡോക്ടർ. അതർവൈസ് ലിറ്റിൽ ബിറ്റ് ഉണ്ട്. ഗുളിക തരും. ഗുളിക തരും. ആര് തരും? മമ്മി, അല്ലേ? അത് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ടല്ലേ ഗുളിക പഠിക്കുന്നേ? കുറച്ച് തുളസി ഇട്ടിട്ട് ആവി പിടിക്കും. വെരി ഗുഡ്. തുളസി ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഇട്ടിട്ട് ലൈക്ക് ദിസ് വേ വി വിൽ ടേക്ക് എ സ്റ്റീം, അല്ലേ? ചെറിയ ജലദോഷമൊക്കെ ഉള്ളെങ്കിൽ പമ്പ കിടക്കും. ഓക്കെ, പിന്നെ നിങ്ങളുടെ കൈയൊന്നും അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ ഇച്ചിരി മുറിഞ്ഞു, അപ്പൊ എന്ത് ചെയ്യും? ഓടി ഹോസ്പിറ്റലിൽ പോവാം. തുണി എടുത്ത് എന്നാ മരുന്ന്? തുളസി. ഓക്കെ, മെഡിസിനൽ പ്ലാന്റ്സ് എന്തെങ്കിലും നമുക്കറിയാം, മുറിവിന് വെക്കുന്ന മുറിക്കൂട്ടി പോലെയുള്ളത്, അങ്ങനെ എന്തെങ്കിലും. ചിലവര് ഒന്നുമില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പടല ഇല്ലേ, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഇതൊക്കെ പിള്ളേരൊക്കെ വെച്ചിട്ടല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്. സം മെഡിസിനൽ പ്ലാന്റ്സ് ആർ ദർ, അല്ലേ? അപ്പൊ നമുക്ക് ഫോറസ്റ്റ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വലിയ കാട് ഫോറസ്റ്റ് മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള എല്ലാ ട്രീസിനെയും ഉൾപ്പെടുത്തിയാണ് കേട്ടോ. സോ ഫോറസ്റ്റ് പ്രൊവൈഡ്സ് ഫുഡ്, മെഡിസിൻസ്, ഫർണിച്ചേഴ്സ്, ആൻഡ് ഇറ്റ് ഗിവ്സ് ഷെയ്ഡ് ഫോർ us. Then it help us to get a cool rain. Then also it is a shelter for wild animals. ഇങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്. ഈ ഫോറസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ ബീങ്സ് ആർ കട്ടിംഗ് ട്രീസ് ഫാസ്റ്റർ ദാൻ ദേ ആർ ബീങ് പ്ലാന്റഡ്. So many, you might, if you ask your grandparents when they were living here in their childhood, these places were mostly like a forest. The place in which they are living now were once like a forest. May not be forest but like a forest. ഒരു ഫോറസ്റ്റ് പോലെ തന്നെയൊക്കെ ആയിരുന്നായിരിക്കും. അതെല്ലാം വെട്ടിത്തെളിച്ച്, കാടെല്ലാം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി. അപ്പൊ അന്ന് പിന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഇന്നിപ്പം 10-12 ബിൽഡിംഗ് ആയി. ദേ ഹാവ് ചിൽഡ്രൻ, ഗ്രാൻഡ് ചിൽഡ്രൻ, അവർക്കൊക്കെ വീട് വേണം. സോ ദേ ഹാവ് കൺസ്ട്രക്ടഡ് ഹൗസസ്. എനിവേ, ഫോറസ്റ്റ് ഒരുപാട് നമ്മൾ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. പണ്ടൊക്കെ ഒരുപാട് ഫോറസ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. റഷ്യ ഫോറസ്റ്റ് ഇസ് വെരി ലെസ് നൗ ആൻഡ് വി ആർ കട്ടിംഗ് ഡൗൺ ദ ഫോറസ്റ്റ്. ദാറ്റ് ഈസ് ഡിഫോറസ്റ്റേഷൻ than as they are planting. നമ്മൾ പറയുന്നത് ഒരു മരം കട്ട് ചെയ്യുമ്പോൾ 2 മരം നടണമെന്നാ. നമ്മൾ 10 മരം കട്ട് ചെയ്താൽ പോലും ഒരെണ്ണം നടാറില്ല. അങ്ങനെയല്ലേ ചെയ്യുന്നേ? നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ ഒരു മരം മുറിച്ചു കളയുമ്പോൾ 2 എണ്ണോ അതിൽ കൂടുതലോ ന്യൂ പ്ലാന്റ് വി ഷുഡ് പ്ലാന്റ് എന്നാ പറയുന്നത്, ന്യൂ ട്രീ പ്ലാന്റ്. ബട്ട് വി വിൽ നോട്ട് പ്ലാന്റ് ഈവൻ എ സിംഗിൾ ട്രീ ഈവൻ ഇഫ് വി കട്ട് 10 ട്രീസ്. 10 എണ്ണം മുറിച്ചു കളഞ്ഞാൽ ഒരെണ്ണം പോലും നമ്മൾ നടുകയും ഇല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് പ്ലാന്റ് മോർ ട്രീസ്. To protect forest, we need to cut trees in a planned way. New trees must be planted to replace those that are cut. So when we cut down a tree, we should plant a new tree instead of that. അതിന് പകരം നട്ടിരിക്കണം. ചുമ്മാ നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കളയാൻ പാടില്ല. നെക്സ്റ്റ്, റെയിൻ വാട്ടർ. വാട്ടർ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വി ആർ ഗെറ്റിംഗ് ഫ്രീലി സോ മച്ച് ഓഫ് വാട്ടർ, റെയിൻ വാട്ടർ. How we have to harvest, how we have to protect. We know that 1 month back we had a rain, but see now most of our wells are now dried off.
ഒരു മാസം മുന്നേ വരെ നമുക്ക് മഴയുണ്ടായിരുന്നു അല്ലെ? ഒരു മാസം എന്ന് പറയാനില്ല, 2-3 ആഴ്ച മുന്നേ നമുക്ക് മഴയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം എത്രത്തോളം ഡീപ്പ് താന്നു പോയി അല്ലേ? അങ്ങനെ അപ്പൊ വെള്ളം ഇനി കുറച്ചുകൂടി 2 മാസം കഴിയുമ്പോഴത്തേക്കും കിണറ്റിലെ വെള്ളം നല്ലപോലെ കുറയും. അപ്പൊ അങ്ങനെ കുറയാതെ വെള്ളം വെറുതെ വേസ്റ്റ്. ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ മഴ പെയ്തപ്പോഴത്തെ ഉണ്ടായിരുന്ന വെള്ളം കാണാനേ ഇല്ല. അത് ജസ്റ്റ് ഒഴുകി പോവാണ്, നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ അത് സീയിലേക്ക് എത്തുന്നു. സീയിലെത്തിയ വെള്ളം നമുക്ക് യൂസ്ഫുൾ ആണോ? നോ. So what we have to do? Rainwater harvesting is a simple and economical way of preserving every drop of water that falls as rain on the ground. നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ മഴയായിട്ട് വീഴുന്ന വെള്ളം വെറുതെ ഇങ്ങനെ പ്രയോജനപ്പെടാതെ വെറുതെ ഒഴുകി പോകും, ഒരുപാട് വെള്ളം അല്ലെ? അത് നമ്മള് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ മഴവെള്ള സംഭരണി ഉണ്ടാവും? How many of you have rainwater ഹാർവെസ്റ്റിംഗ് ചെയ്യുന്ന ടാങ്ക് വീടിന്റെ മുകളിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യുന്ന സംവിധാനം ഇല്ല അല്ലേ? The rainwater that falls on the roof of our house is not allowed to go waste. It is filtered and channeled into a deep trench under the ground. If you have this rainwater harvesting system in your house, you know that എങ്ങനെയാണ് മഴവെള്ള സംഭരണിയിൽ ഇപ്പൊ നമ്മുടെ സ്കൂളിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ വീടിന്റെ റൂഫിൽ മേൽക്കൂരയിൽ വീണ വെള്ളം നമ്മൾ നേരെ ഫിൽറ്റ് ചെയ്തിട്ട്, നേരെ വിടുന്നില്ല, ഫിൽറ്റ് ചെയ്തിട്ട് നമ്മള് താഴെ ഭൂമിയിലേക്ക് ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അത് കെട്ടിപ്പൊക്കെ വേണം. ചുമ്മാ ഒരു കുഴി എടുത്തിട്ട് വെള്ളം ശേഖരിച്ചു വെക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ഫിൽറ്റ് ചെയ്ത് അതിലേക്ക് ഇടുക. പിന്നെ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് when we face the scarcity of water, we can make use of the water. It will be clean. I think before once our Abel Binoy has sent a video that he has made a filter. Okay, same method only. നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത ഏബില്? അത് മഴവെള്ള സംഭരണിയുടെ വെള്ളം ശേഖരിക്കുന്നതിന്റെ ഒരു മെത്തേഡാണ്. മേൽക്കൂരയിലുള്ള വെള്ളം ഫിൽറ്റ് ചെയ്ത് മണലും ചിരട്ടയും ഒക്കെ ഇട്ട് അതിനകത്ത് പാസ് ചെയ്ത് മഴവെള്ള സംഭരണിയിൽ ശേഖരിച്ച് അതവിടെ മൂടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്തോട്ട് പൊടിയൊന്നും ചാടുന്നില്ല. പിന്നെ നമുക്ക് വേനൽക്കാലം ആകുമ്പോൾ when we face water scarcity, we can make use of it. നമുക്കപ്പോൾ ഉപയോഗിക്കാൻ പറ്റും. This help in raising the level of the groundwater. Then we can also harvest rainwater directly by collecting it for domestic use such as washing and gardening. ഇനി വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പറമ്പിലൊക്കെ കുഴി കുത്തിയിട്ട് മഴക്കുഴി എന്നൊക്കെ പറഞ്ഞ റബ്ബറിനകത്തും തെങ്ങിനകത്തും ഒക്കെ ഒരു കുഴി ഒഴിക്കും. അപ്പൊ നമ്മൾ ഈ ഒഴുകി വരുന്ന വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്ത് കിടന്നിട്ട് മണ്ണിനടിയിലേക്ക് ആഴ്ന്നു പൊക്കോളും. അപ്പം പ്ലാന്റ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് മിനറൽസ്. Minerals are limited on the earth. We can conserve them by using them wisely. We can also reuse minerals resources. Broken glass bottles, metal cans, scrap metal can be metalled and reused to make other similar things. കുറേ സാധനങ്ങൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വേറെ രീതിയിലാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. This is called recycling. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ റീസൈക്ലിംഗ് ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട് നമ്മുടെ വീടുകളിൽ, ഡെയിലി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാവും കേട്ടോ. അപ്പം